കുറച്ച് നേരത്തെ ഇപ്പോൾ ശ്രീനാഥ് വിളിച്ചിട്ടുണ്ടായി. ഓൻ്റെ ഒരു ഫേവററ്റ് കായലുണ്ട്, ഫേവററ്റ് സ്പോട്ട് ഈ താറാവിനും അരയന്നങ്ങളെ കാണുന്നത്. ആടെ ഉണ്ടോ? ഞാനിപ്പോൾ ഓനെ കാണാൻ വേണ്ടി പോകുന്നു. ഇനിയിപ്പോൾ വീട്ടിൽ വേറൊരു ബസ്സുണ്ട്, അപ്പം ഏകദേശം 1 മിനിറ്റിനുള്ളിൽ 502 ബസ് വരും, അതിന് പോവാം. വളഞ്ഞു വരുന്ന ബസ്സാണ്, അതിന് കയറിയിട്ട് പോവാം. ഇവിടെ കുറച്ച് ആളുണ്ട് കാത്ത് നിൽക്കുന്നത്. ചെറിയൊരു പണി കിട്ടി. ഞാൻ ഉദ്ദേശിച്ച സ്ഥലം വരെ ബസ് പോവില്ല. എനിക്ക് ഇറങ്ങേണ്ടത് മാൾ ഓഫ് സ്കാൻഡിനേവിയ എന്ന് പറഞ്ഞ മാളിൻ്റെ ആ സ്റ്റോപ്പിലാണ്. അതിനപ്പുറം തന്നെ ഒരു വലിയ ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ട്. ഇന്ന് ആടെ എന്തോ ഒരു ഫുട്ബോൾ കളി നടക്കുന്നുണ്ട്. ബസ്സെല്ലാം വഴിതിരിച്ച് വിട്ടു. അതുകൊണ്ട് ഞാൻ വേറെ സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഇപ്പോൾ നടക്കുവാണ്. ഏകദേശം ഒരു 20 മിനിറ്റ് നടക്കാനുണ്ടാവും. ഞാൻ അവനോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, അവനവിടെ കാത്തുക്കുന്നുണ്ടാവും. ഏതായാലും ഒരു നടത്തായി. കുറച്ച് വെയിലും കൊള്ളാം, പച്ചപ്പും ഹരിതാപയെല്ലാം കാണുകയും ചെയ്യാം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വണ്ടിയെല്ലാം കുറവാണ്. അതുകൊണ്ട് സിഗ്നലൊന്നും നോക്കാണ്ട് നടന്ന് ക്രോസ് ചെയ്ത് വരുവാണ്. ഇനിയിപ്പോൾ ഒരു ചെറിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ ചെറിയ പിള്ളേരെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ട, എവിടെ നോക്കിയാലും കുന്നും കാടും എല്ലാം. ഇതെല്ലാം വീടാണ്. ഞാൻ അതിൻ്റെ പുറകിൽ ഒരു കോളേജ് ഉണ്ടായിനി. ഇനിയിപ്പോൾ അതിൻ്റെ അവിടെ എന്താണെന്ന് അറിയില്ല. ഇത് പള്ളിയുണ്ട്, ആ പള്ളി പച്ച കേൾക്കുന്നത്. ഇനിയൊരു കാട്ടിലേക്കാണ് പോകേണ്ടത്. വെയിലെല്ലാം കയറി നടന്ന് ഏകദേശം ഇവിടെ എത്തി. എനിക്ക് കായൽ കാണാം. ഇതൊരു വലിയ കായലാണ്. പകൽ വെളിച്ചത്തിൽ ഞാൻ ഇതൊരു കണ്ടില്ല. ഞാൻ 2-3 പ്രാവശ്യം വന്നേരം ഇരുട്ടാകുന്നുണ്ടായി, നല്ല മഞ്ഞ് കാലത്ത്. വീട്ടിൽ തന്നെ ആ താറാവിൻ്റെ അരയന്നത്തിൻ്റെ എല്ലാം ഒച്ച കേൾക്കാം. സ്റ്റേഡിയത്തിൽ നിന്ന് ഒച്ചയും കേൾക്കുന്നുണ്ട്, കാണികളെ ഇവിടുന്ന് കാണാം. ഞാൻ കാണിച്ചു തരാം. ആ സ്റ്റേഡിയത്തിൻ്റെ ബിൽഡിങ്ങും മാൾ ഓഫ് സ്കാൻഡിനേവിയ ബിൽഡിങ്ങും എല്ലാം കാണിച്ചു തരാം. ഇവിടുന്ന് കാണുന്നുണ്ട് ആ സ്റ്റേഡിയം. ആ 2 കെട്ടിടത്തിൻ്റെ നടുവിലൊക്കെ ഉണ്ടാവും, വട്ടത്തിലുള്ള മേൽക്കൂര, അതാണ് സ്റ്റേഡിയം. പക്ഷികളുടെ ബഹളമായ എന്നല്ല. ഇത് ഞാൻ കണ്ടിട്ടില്ല. നീ കാണുന്നുണ്ടോ? കുടുംബസമേത എനിക്ക് എൻ്റെ താറാവിന് ഓർമ്മയില്ല. ഞാൻ വളരെ താറാവിന് ഇതേപോലെയാണ് 2 കോഴിൻ്റെ കാപ്പിൽ വെച്ചിട്ട് 2 മുട്ട വിരിച്ചിട്ട് താറാവ് ഞാൻ വളർത്തിയത്. ഞാൻ എടുത്തില്ലേ? ഒരു ചെറിയത് കണ്ട, ഈ 5 ഈ 5 കെട്ടിടമില്ലേ, അതിൻ്റെ പുറകിലാണ് വിശാലമായ സ്റ്റേഡിയം ഉള്ളത്. ഈ കെട്ടിടത്തിൻ്റെ വലതുഭാഗത്താണ് മാൾ ഓഫ് സ്കാൻഡിനേവിയ. ഇടിയാണ് അരയണങ്ങളുടെ അടി ഉണ്ടാവുന്നത്. അന്ന് 1:30 രാത്രി, അന്ന് ഞാൻ കണ്ടതാണ്. ഒരു അരയണ്ണം ബാക്കി 5-6 എണ്ണത്തിന് ഇങ്ങനെ തുരത്തി ഓടിക്കുന്നത്. ശ്രീനാഥ് അങ്ങ് അക്കരയില്ലത്, അതെല്ലാം നടന്ന് വരാമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ടും പോകും, ഇങ്ങോട്ട് വന്ന് നമുക്ക് കണ്ടുമുട്ടാലോ. മക്കളിൻ്റെ താറാവ് വേറെ വന്നിട്ടാണ്. ഞാനിങ്ങനെ ഇതുവരെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഞാൻ വിചാരിച്ചു ഈ കറുത്ത ചങ്കിരിൽ ഇതുണ്ടോ, അതാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പം ഞാൻ ശരിക്കും ശ്രദ്ധിച്ചത്. ഇനി കാണുമ്പോൾ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ തോന്നുന്നു.
എൻ്റെ പഞ്ഞി കെട്ടി. രാത്രി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ സ്ഥലം. അതിന് വേണ്ടി ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഒന്നിനെ പിടിച്ചിട്ട് ചുട്ടു വന്നാലോ. ബാക്കിയുള്ള സമയം ജയിലിൽ കിടക്കാൻ. അവൻ പാറി, അവനെടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു, മാറിപ്പോയി. സാഹചര്യം എന്നെ നടത്തിപ്പിച്ചപ്പോഴാണ് അവന് മനസ്സിലായത്. അവൻ പറഞ്ഞത് വഴി മാറ്റിയാണ് പറഞ്ഞത്. ആ വഴിക്കല്ല, ഈ വഴിക്കാണ് പോകേണ്ടത്. ഇതാണ് സ്റ്റേഡിയം. അതിൻ്റെ പേര് സ്ട്രോബെറി അറീന. കിടിലം പൂ. ഇതൊരു ഞാൻ ഇത് കണ്ടിട്ടില്ല. ഇത് ഉള്ളിൻ്റെ ഇതുപോലെ ഉണ്ടല്ലേ, ഉള്ളിച്ചെടി. ഇതേ നിൽക്കുന്നു നമ്മുടെ നായകൻ ഫോണും വിളിച്ചുകൊണ്ട്. എനക്കും കാട് കാണണം. ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സ്ഥലത്താണ് എനിക്ക് വരേണ്ടത്. ഇതിപ്പോൾ വേറൊരു സ്റ്റൈലായി മരങ്ങളുടെ. അടിപൊളി. ഇപ്പോൾ ഒരു നല്ല കൊടുങ്കാടിൻ്റെ ഫീലുണ്ട് ഇല്ലേ? നീ കണ്ണട എടുത്ത് മാറ്റേ, കണ്ണട എടുത്ത് മാറ്റേ, അപ്പം എല്ലാം തെളിഞ്ഞു കാണാം. ഏകദേശം നടന്ന് നമ്മ ഒരു ഭാഗത്തെത്തി. അക്കരെ എത്തിയെന്ന് പറയാൻ പറ്റില്ല. നമ്മളെ നാട്ടിലെ കൊച്ച നീ കാണുന്നുണ്ടോ? നമ്മളെന്തോ തിന്നാൻ കൊടുക്കുന്ന വിചാരിച്ചാൽ ചാടിച്ചാടി വരുന്നു. ആരും ആണുങ്ങളാണല്ലോ. എടാ ഇതാണ് ഈ ആന്താറവ്, ഈ മയിലിനെ പോലെ. കാര്യമായിട്ട് എന്തോ തൊപ്പമാണ്. കായലിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വരും. എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് വെച്ചിട്ടാണ്. കണ്ട അവനാടെ ഇരിക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ട് പോലെ. എന്റെ വിരലായി കടിച്ചത് ഈ പന്നി. കൊടുക്കി കടിക്കട്ടെ. ഇത് പുലിക്കുഞ്ഞിനെ പോലെയുണ്ട്. മുയലിനെയാണ് പിടിച്ചിട്ടുള്ളത്. മുമ്പ് ഇവിടെ ഉണ്ടായതായിരിക്കും ഈ കാട്ടിൽ. വംശനാശം സംഭവിച്ചതായിരിക്കും. എൻ്റെ അമ്മോ, ഇത് നടുക്കൊരു സ്ഥലം. ഇതുപോലെ സ്ഥലത്താകണം ജീവിക്കാൻ അവസരം കിട്ടണം. പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാതെ. ആഹാ, അടിപൊളിയായിരിക്കും. നോക്കാം, പറ്റുമോ നോക്കാം. ഇതെന്താ വീട് ഇങ്ങനെ കൊണ്ടുവെക്കാൻ കാരണം? വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയാണോ? ഉല്ലാസ നൗകയാണോ ഇത്? നീ എന്താ ഒന്നും പറയാത്ത? ഇയാൾ എടുക്കണമെന്ന് ഞാൻ കുറച്ച് സമയം വിചാരിക്കുന്നു. ഇപ്പോഴാണ് കിട്ടിയത്. വീടിലെ ആൾക്കാർ വേറെയാണല്ലോ. ഇത് പറന്നു പോകുന്ന സാധനമാണ്. അടുത്തും കൂടി കുറച്ചും കൂടി അടുത്ത് കഴിഞ്ഞാൽ മിക്കവാറും പറന്നു പോകും. അതുകൊണ്ട് വേണ്ട. ഒരുത്തിനിട മുട്ടിയിട്ട് കാപ്പ് കിടക്കുന്നുണ്ട് അല്ലേ? അത് വീടല്ലേ? എന്തായിരിക്കണല്ലേ ആടുന്നില്ലേ കാഴ്ച. നല്ല തണുത്ത കാറ്റുണ്ടാവും.
എന്താ ഭംഗി. ആകാശം നോക്കി. വെറുതെ ആണ് ഈ വെയിൽ വരുമ്പോൾ ആൾക്കാർ ഓടാനും ചാടാനും വരുന്നത്. എന്താ ഭംഗി. ആ മരങ്ങൾ കാണാൻ വേണ്ടി ചാഞ്ഞു നിൽക്കുന്ന മരവും വെയിലടിച്ച് തിളങ്ങുന്ന കുഞ്ഞു സൈക്കിളിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇവിടുന്ന് മൊത്തം കാണാം ഈ കായൽ. ആകാശം അതിൻ്റെ അപ്പുറം കിട്ടില്ല. നേരിട്ട് കാണുന്നതിനെക്കാട്ടി ഫോണിൽ കാണാനാണ് അടിപൊളി. നിരനിരയായ കെട്ടിടങ്ങൾ കിട്ടില്ല. ഈ പാർക്കിൻ്റെ അടിയിലൂടെയാണ് ഒരു മെട്രോ ലൈൻ പോകുന്നത്. കുറേ സാടാ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ത് സുഖം ഉണ്ടാവും. നല്ല ചെറിയ വെയിലും കൊണ്ട്, നമ്മുടെ നാട്ടിലെ വെയിലല്ല കേട്ടോ, ഇവിടെ തണുത്ത കാറ്റും ഇളം വെയിലും ഒരനുഭവം തന്നെ ആയിരിക്കും. നമ്മൾ കായലിൻ്റെ ആ ഭാഗത്ത് നടന്ന് വേറൊരു സ്ഥലത്തെത്തി. നല്ല പൂക്കളുണ്ട്. അവസാനമായി നിൽക്കുന്നുണ്ടോ? ഇവിടുന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഇവൻ്റെ വീടെത്തി. ഈ പാർക്ക് കഴിഞ്ഞൊരു ഫുട്ബോൾ ഗ്രൗണ്ട് കൂടി കിടക്കുന്നു. പോയാൽ ഇവൻ്റെ വീടെത്തി. ഒരാൾ ഒറ്റക്ക് നിൽക്കുന്നു. അതുപോലെ ഇവന് വേണ്ടി ഒരു ചായപ്പിടിയല്ല കട്ടിപ്പിടിയ കണ്ടിട്ടുണ്ട്. അവിടെ പോയി കാപ്പി കുടിച്ചു. ഞായറാഴ്ച അവസാനിപ്പിക്കാം. ചായക്കടയാണിത്. കായൽ തീരത്ത് കായലിലെ കാഴ്ചയും കണ്ട് ഭക്ഷണം കഴിക്കുക, ഓരോ ഗ്ലാസ് ബിയർ മേടിക്കുക. ഈ പക്ഷികൾ ഇപ്പോൾ വന്നത് വേനൽക്കാലം ആകുമ്പോൾ വരും. അല്ലാത്ത ചൊറയാണ്. ചിലപ്പം ബ്രെഡിൻ്റെ കഷ്ണമെടുത്ത് പറന്നു പോകും. ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ കുറേ പക്ഷികളെയും കണ്ടു, കായലിലെ കാറ്റും കണ്ടു. അങ്ങനെ ഞായറാഴ്ച തീർന്നു. ലോഗിങ് ഓഫ് ഫ്രം സുണ്ടിപറി കായൽ.